മഴ പെയ്യാനായി തൃശൂരിൽ പ്രത്യേക പൂജ. തൃശൂർ പഴയ നടക്കാവ് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വരുണജപം പൂജ നടത്തിയത്. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ 4 മണിയോടെയാണ് പൂജ ആരംഭിച്ചത്. വരുണ ഭഗവാനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിക്കാൻ ഭക്തജന കൂട്ടായ്മയാണ് ജപം സംഘടിപ്പിച്ചത്. കേരളത്തിൽ മഴ കുറയുകയും ചൂട് അസഹനീയമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പൂജ സംഘടിപ്പിക്കാൻ ഭക്തജനങ്ങൾ തീരുമാനിച്ചത്. ദേവന് 1000 കുടം ജലധാരയും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഋഷഭന് 108 കുടം ജല അഭിഷേകവും വടക്കുന്നാഥന് പ്രത്യേക ശംഖാഭിഷേകവും പൂജയുടെ ഭാഗമാണ്. മഴയുടെ കുറവ് മൂലം നമ്മളിവിടെ ഈ അമ്പലത്തിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അതിന് പുരാതനമായിട്ടൊരു കാര്യപദ്ധതി കാരണന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ഒരു 1000 കുടം സഹസ്രകലശാഭിഷേകം ചെയ്ത് അതിൻ്റെ ശിഷ്ടജലം കൊണ്ട് അവിടുത്തെ വരുണൻ്റെ വലിക്കല് അതിനെ മൂടുക എന്നാണ് പറയുക. അതൊരു പഞ്ചരം വെച്ച് അതിൻ്റെ ഉള്ളിൽ ജലം നിറച്ച് അതിൽ വിശേഷ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ, പർജന്യ സൂക്തം, പിന്നെ ആവാഹന്തി യജുർവേദത്തിലത്തെ മന്ത്രങ്ങൾ, പഞ്ചവാരുണ മന്ത്രങ്ങൾ ഇതൊക്കെ ജപിക്കുകയാണ് അതിനുള്ള ഒരു പൊതുവിധിയായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വിശേഷമായിട്ടുള്ളൊരു സംഗതിയാണ്. അടുത്ത അനവധി കാലമായിട്ട് ഇവിടെ എന്നൊന്നും നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മഹാദേവൻ അനുഗ്രഹിച്ച് പ്രകൃതി നമ്മളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 40 വർഷം മുമ്പാണ് സമാനമായ രീതിയിൽ പൂജ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ പൂജകൾ പൂർത്തിയായി.